Good morning, everybody. Our first unit is Coordination Chemistry Part 1. നമുക്കറിയാം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്ന പാർട്ട് നിങ്ങൾ +2 തൊട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ തൊട്ട് തന്നെ പഠിച്ച് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ തന്നെ ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്ററിൽ 2 യൂണിറ്റ് കോർഡിനേഷൻ കെമിസ്ട്രിയുടെ വരുന്നുണ്ട്. അത് കൂടാണ്ട് ഇനിയിപ്പോൾ PGക്ക് പോവുകയാണെങ്കിൽ MSc എത്തുകയാണെങ്കിൽ വീണ്ടും അവിടെ ഒരു വൈഡ് ആയിട്ടുള്ള 3 യൂണിറ്റ് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് ഉണ്ട്. അതും കഴിഞ്ഞ് ഇനി നിങ്ങൾ PhDക്ക് അല്ലെങ്കിൽ റിസർച്ച് ഏരിയയിൽ പോവുകയാണെങ്കിൽ ഒരുപാട് റിസർച്ച് ചെയ്യാനുള്ള ഒരു സ്കോപ്പുള്ള ഒരു പാർട്ടാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ സിന്തസിസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വൈഡ് ഏരിയ തന്നെയുണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ സ്റ്റഡിയാണ് നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹൈലി സ്റ്റേബിൾ മോളിക്യൂളാണ്. അതുപോലെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു കോമ്പൗണ്ട്സ് ആണ്. ഇനി നോർമൽ സോൾട്ട്, ഒരു കോമ്പൗണ്ട്സിൽ തന്നെ നോർമൽ സോൾട്ട് ഉണ്ട്, പല തരത്തിലുള്ള സോൾട്ട് ഉണ്ട്. അതിൽ നമുക്ക് സോൾട്ടിനെ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് സിമ്പിൾ സോൾട്ട്, രണ്ടാമത്തേത് ഡബിൾ സോൾട്ട്, ദെൻ കോംപ്ലെക്സ് സോൾട്ട്. എന്താണ് സിമ്പിൾ സോൾട്ട്? സിമ്പിൾ സോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണപ്പെടുന്ന സോൾട്ട്, ഏതെങ്കിലും 2 അയോൺസ് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന സോൾട്ട്. ദാറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ആസിഡ് ആൻഡ് ആൽക്കലി ടു ഫോം സോൾട്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ formation of NaCl. NaCl is formed by the reaction of HCl and NaOH. HCl is an acid and NaOH is a base, and the HCl and NaOH combines to form NaCl, that is sodium chloride, which is a simple salt. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്, ലിഥിയം ക്ലോറൈഡ് ഉണ്ട്, നിക്കൽ ക്ലോറൈഡ് ഉണ്ട്, അലുമിനിയം ക്ലോറൈഡ് ഉണ്ട്, ഒരുപാട് സിമ്പിൾ സോൾട്ട് നമുക്ക് പരിചയമുണ്ട്. ഓക്കെ, that is simple salt is generated or formed by the neutralization of an acid and alkali. അതിൻ്റെ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ these simple salt ionize when they dissolved in water. ഏതെങ്കിലും ഒരു സിമ്പിൾ സോൾട്ട്, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ അത് വാട്ടറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി അയോണൈസ് ചെയ്യും. NaCl കംപ്ലീറ്റ്ലി അയോണൈസ് ചെയ്തിട്ട് Na+ഉം Cl- ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞത് ഡബിൾ സോൾട്ട്. വാട്ട് ഈസ് എ ഡബിൾ സോൾട്ട്? വെൻ 2 or more simple salt solutions are mixed in a proportion and allowed to crystalline together, addition or molecular compounds are formed. These compounds are either double salt or coordination compound. എന്ന് വെച്ചാൽ 2 അതിലധികമോ സിമ്പിൾ സോൾട്ട് സൊല്യൂഷൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക പ്രൊപ്പോസിഷനിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ദർ ഫോം എ ക്രിസ്റ്റൽസ്. ദാറ്റ് ക്രിസ്റ്റൽസ് ഒന്നുകിൽ ആ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഡബിൾ സോൾട്ട് ആവാം അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ആവാം. വാട്ട് ഈസ് എ ഡബിൾ സോൾട്ട്? Double salt or lattice compound exists only in the crystalline state and ionize into water or any other solvent. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെ, ഇനോർഗാനിക് പ്രിപ്പറേഷൻ ഓഫ് ഇനോർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഡബിൾ സോൾട്ട് ആണ്. ഏതൊക്കെ ഡബിൾ സോൾട്ട് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? ഓർത്ത് നോക്കിയേ. പൊട്ടാഷ് ആലം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, മോസ് സോൾട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? 2 സോൾട്ട് സൊല്യൂഷൻ മിക്സ് ചെയ്തു. മോസ് സോൾട്ട് ആണെങ്കിൽ ഫെറസ് സൾഫേറ്റും അമോണിയം സൾഫേറ്റും കൂടി മിക്സ് ചെയ്തു. ദ ഫോമിങ് ഫെറസ് അമോണിയം സൾഫേറ്റ്, ദാറ്റ് ഇസ് കോൾഡ് മോസ് സോൾട്ട്. അതാണ് ഡബിൾ സോൾട്ട്. 2 or more simple salt solutions are mixed in a requisite proportion and allowed to crystals. അല്ലേ, നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. 2 സോൾട്ട് സൊല്യൂഷൻ മിക്സ് ചെയ്തു, അതിനെ ക്രിസ്റ്റലൈസ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ മോസ് സോൾട്ട് അല്ലെങ്കിൽ പൊട്ടാഷ് ആലാണെങ്കിൽ പൊട്ടാസ്യം സൾഫേറ്റും
അലൂമിനിയം സൾഫേറ്റും കൂടി മിക്സ് ചെയ്തു പൊട്ടാഷ് ആലം ഫോം ചെയ്തു. അതേപോലെ തന്നെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ടും ഫോം ചെയ്യിക്കുന്നത്. എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഡബിൾ സോൾട്ട് നമ്മൾ വാട്ടറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ ആ ഡബിൾ സോൾട്ട് ഡികമ്പോസ് ചെയ്യും. ഏതൊക്കെ സിമ്പിൾ സോൾട്ട് സൊല്യൂഷൻ വെച്ചാണോ ഇതിനെ മിക്സ് ചെയ്തിട്ടുള്ളത് അത് തന്നെ ആയിട്ട് ആദ്യത്തെ അതേ സെയിം ഫോർമുല ആയിട്ട് മാറും. എന്ന് വെച്ചാൽ മോസോൾട്ട് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ മോസോൾട്ട് ഡികമ്പോസ് ചെയ്തിട്ട് പിന്നെ എന്തൊക്കെയായി മാറും? ഫെറസ് സൾഫേറ്റും അതേപോലെ തന്നെ അമോണിയം സൾഫേറ്റും ആയിട്ട് മാറും. ഇനി പൊട്ടാഷ്യം ആലം എടുക്കുകയാണെങ്കിൽ പൊട്ടാസ്യം അത് ഡിസോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ പൊട്ടാസ്യം സൾഫേറ്റ് അതേപോലെ തന്നെ അലൂമിനിയം സൾഫേറ്റ് ആയിട്ട് മാറും. പക്ഷേ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇതേപോലെ തന്നെ രണ്ടോ അതിലധികമോ സോൾട്ട് സൊല്യൂഷൻ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ക്രിസ്റ്റൽസ് ആയ കോർഡിനേഷൻ കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡിസോൾവ് ചെയ്യൂല. ദാറ്റ് മീൻസ് വിച്ച് ഇസ് ഹൈലി സ്റ്റേബിൾ. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സോൾട്ടിൽ ഡികമ്പോസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ നമ്മൾ ഏതൊക്കെ കോമ്പൗണ്ട്സ് വെച്ചാണോ പ്രിപ്പയർ ചെയ്തത് അത് ആദ്യത്തെ അതേ ഫോമിലേക്ക് പോവില്ല. ജസ്റ്റ് ആ കൗണ്ടർ അയോൺ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാന്നല്ലാണ്ട് കോംപ്ലെക്സ് അയോൺ അങ്ങനെ തന്നെ നിൽക്കും. വിച്ച് ഇസ് ഹൈലി സ്റ്റേബിൾ. അതുകൊണ്ട് തന്നെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഇത്രയും ഒരു വൈഡ് ആപ്ലിക്കേഷൻ വരാനുള്ള ഒരു റീസണും. അതാണ് ഡബിൾ സോൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ട്സും തമ്മിലുള്ള വ്യത്യാസം. Double salt or lattice compound exists only in the crystalline state and ionize into water or any other solvent. Example നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊട്ടാസ്യം ക്ലോറൈഡും മെഗ്നീഷ്യം ക്ലോറൈഡും കൂടി കമ്പൈൻ ചെയ്താൽ കാർണലൈറ്റ്, ദാറ്റ് ഇസ് പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെയും മെഗ്നീഷ്യം ക്ലോറൈഡിൻ്റെയും എന്താ പറയുക കോമ്പിനേഷൻ ഫോം ചെയ്യും. ആലം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആലം ഉണ്ട്. അത് പൊട്ടാഷ്യം ആലം ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം സൾഫേറ്റും അലൂമിനിയം സൾഫേറ്റും ആയിരിക്കും. These compounds are stable in solid state and decompose or ionize in water or any other solvent. That is called a double salt. Then complex salt. പറഞ്ഞു കഴിഞ്ഞു. A complex salt is a salt which contains a complex ion or complex neutral molecule in which there is a central metal ion surrounded by a number of neutral molecules or negative ions. അതാണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലെങ്കിൽ കോംപ്ലെക്സ് എന്ന് പറയുന്നത്. അതിൽ ഒരു കോംപ്ലെക്സ് സോൾട്ട് ഉണ്ടാവും വിച്ച് മേ ബി ന്യൂട്രൽ ഓർ അയോൺ, പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊട്ടാസ്യം ഫെറോസയനൈഡ് K4FeCN6. അതിൽ FeCN6 നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് എ കോർഡിനേഷൻ സ്ഫിയർ ഓർ കോംപ്ലെക്സ് അയോൺ in which the central metal atom, that is here the central metal atom is iron. Iron is surrounded by neutral molecules or negatively charged ions. ഇവിടെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് അയൺ ആണ്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് സയനൈഡ് ലിഗാൻഡ് ഉണ്ട്. അതിനാണ് നമ്മൾ കോംപ്ലെക്സ് അയോൺ എന്ന് പറയുന്നത്. അതിൽ തന്നെ K4 എന്ന് പറയുന്നത് കൗണ്ടർ അയോൺ എന്ന് വെച്ചാൽ ഈ കോംപ്ലെക്സ് അയോണിനെ സറൗണ്ട് ചെയ്തിട്ട് കൗണ്ടർ അയോൺ കൂടി ഉണ്ടായിരിക്കും. ഇത് കംപ്ലീറ്റ് സ്ട്രക്ചറാണ് ഒരു കോർഡിനേഷൻ കോംപ്ലെക്സ്. ഓക്കെ, ഒരു സെക്കൻഡ് എക്സാം കൊടുത്തിട്ടുള്ളത് പൊട്ടാസ്യം അർജൻറ്റോ സയനൈഡ് KAgCN twice. Here the counter ion is K, central metal ion is silver and surrounding ion is cyanide Cn minus. ഓക്കെ, കോംപ്ലെക്സ് അയോൺ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ഡെഫിനിഷനായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ തന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് an electrically charged radical which formed by the combination of a central metal atom or ion surrounded by a group of atoms or neutral molecule. Then coordination compound. ആ കോംപ്ലെക്സ് അയോണിൻ്റെ കൂടെ ഈ ഒരു എന്താ പറയുക കൗണ്ടർ അയോൺ കൂടി, അല്ലെങ്കിൽ കോർഡിനേഷൻ കോംപ്ലെക്സ് എന്ന് പറയുന്ന ആ കോംപ്ലെക്സ് സ്പീഷീസ് ന്യൂട്രൽ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയാം. പക്ഷെ അത് നെഗറ്റീവ് അയോൺ ആണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺ, ഈ കോംപ്ലെക്സ് സ്ഫിയർ എന്ന് പറയുന്നത് ഈ നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട ഭാഗം പോസിറ്റീവ് അയോൺ ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺ ആവാം. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒന്നുകിൽ നെഗറ്റീവ് അയോൺ ഉണ്ടാവാം. ഇനി ഇത് പോസിറ്റീവ് ആണെങ്കിൽ അതിനെ സറൗണ്ട് ചെയ്തിട്ട് നെഗറ്റീവ് മീൻസ് K4 എന്ന് പറയുന്നത് അവിടെ കൗണ്ടർ അയോൺ ആണ്.
K4, K എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണ്. അതാണ് ഈ FeCN6ന്റെ കൗണ്ടർ അയോൺ ആയിട്ടുള്ളത്. ചില സമയത്ത് കോംപ്ലക്സ് സ്പീഷീസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ക്ലോറൈഡ് അല്ലെങ്കിൽ സൾഫേറ്റ് അല്ലെങ്കിൽ ബ്രോമൈഡ് ഒക്കെ പോലത്തെ നെഗറ്റീവ് അയോൺ ആയിരിക്കാം കൗണ്ടർ അയോൺ. മനസ്സിലായോ? That is, coordination compound may be defined as a compound that results from the combination of two or more stable chemical species and retain its identity in solid as well as dissolved state. Thank you.